In the name of the Father, and of the Son, and of the Holy Spirit. Amen. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു. പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, പാപികളായ ഞങ്ങൾക്ക് തമ്പുരാനോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. Today is the Lord's day. Today is an exciting day. Today is a blessed day. Only good things are coming to me. Today is the Lord's day. Today is an exciting day. Today is the Lord's day. Today is the Lord's day. Today is the Lord's day. Today is a joyful day. Today is a blessed day. Only good things are coming. Great and glorious things are coming. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാകുന്നു. ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാകുന്നു. ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ നന്ദി പറയുന്നു. My life is full of love. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. I receive the love and support from everybody. I receive love and support from everybody. I receive love and support from everybody.
I receive love and support from everybody. I receive the love and support from everybody. I receive the love and support from everybody. Only good things are coming to me. 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 Great and glorious things are coming to me. Great and glorious things are coming to me. മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിനെ നന്ദി കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്നു. പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ സാധിക്കാത്ത അത്ഭുതങ്ങൾ എന്നിൽ ചെയ്യുന്നതിനെ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് എന്നെ നിറച്ചതിനെ നന്ദി പറയുന്നു. ഞാൻ ഐശ്വര്യമുള്ള വ്യക്തിയാകുന്നു. ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് വളർത്തുന്നതിനെ നന്ദി പറയുന്നു. എല്ലാ ശുശ്രൂഷകളും അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നതിനെ നന്ദി പറയുന്നു. All our program excellent and anointed. എല്ലാ ശുശ്രൂഷയിലും വലിയ അഭിഷേകം നൽകുന്നതിനെ നന്ദി പറയുന്നു. വലിയ അഭിഷേകം നൽകുന്നതിനെ നന്ദി പറയുന്നു. ഓരോ ശുശ്രൂഷയിലും വലിയ സൗഖ്യം നൽകുന്നതിനെ നന്ദി പറയുന്നു. സൗഖ്യം നൽകുന്നതിനെ നന്ദി പറയുന്നു. സൗഖ്യം നൽകുന്നതിനെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി. ഈശോയെ സ്തോത്രം. ലോകം മുഴുവന്റെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ. എല്ലാ വിശ്വാസികളെയും സംരക്ഷിക്കണമേ. All the believers in Christ. All are sealed and protected. All are protected. Let the whole world accept Jesus. നിന്റെ രാജ്യം വരണമേ കർത്താവേ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളെ ചിന്താ വിഷയമായിട്ട് ബൈബിൾ വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് പൗലോസ് ശ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 9-10 തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. God is to be trusted. God who called you to have a fellowship with his son Jesus Christ our Lord. To agree what you say so that there will be no division among you. Agree what you say. നിങ്ങൾ എല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടി വർത്തിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. Agree in what you say. No divisions among you. Be completely united with one thought and one purpose. ഹൃദയത്തിന്റെ ഐക്യം,
ദ യൂണിറ്റി ബിറ്റ്വീൻ, ഞാൻ ഇന്ന് എടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് യൂണിറ്റി ബിറ്റ്വീൻ കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. എന്താണ് യൂണിറ്റി ബിറ്റ്വീൻ കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്? കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ബോധ മനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്. അത് തമ്മിൽ രണ്ടും ഒരു അഗ്രിമെന്റ് വേണം. ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങളോട് പറയുകയുണ്ടായി, രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ, ആത്മാവിൽ, മനസ്സിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. നമുക്ക് മനസ്സുണ്ട്, നമ്മുടെ മൈൻഡും നമ്മുടെ വാക്കും തമ്മിൽ ഒരിക്കലും ഒരു വ്യത്യാസം, ഡിഫറൻസ്, ഡൈക്കോട്ടമി ഉണ്ടാകാൻ പാടില്ല. അതുണ്ടായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ പറയും, ഡോക്ടർ പറയുകയാണ് ഇത് വളരെ ഗൗരവമാണ്. അതാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്, ഇത് ശരിയാവില്ല, അതാണ് ഉള്ളിൽ കിടക്കുന്നത്. നാവ് കൊണ്ട് നമ്മൾ പറയും ഐ ആം ഹീൽ. അപ്പൊ അതൊരു ഡൈക്കോട്ടമിയാണ്. ബോധ മനസ്സും ഉപബോധ മനസ്സും, അത് രണ്ടും ഒരു അലൈൻമെന്റ് വേണം. നമ്മുടെ ചിന്തകൾ തമ്മിൽ, നമ്മുടെ വാക്കുകൾ തമ്മിൽ, നമ്മുടെ വൈകാരികമായ ഇമോഷണൽ സ്റ്റേറ്റ് തമ്മിൽ, നമ്മുടെ പ്രവർത്തികൾ തമ്മിൽ, ഇത് ഫുള്ളായിട്ട്, ഇത് നാലും ഒരു അലൈൻമെന്റിൽ വരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത്. ഞാൻ പണ്ട് കാലഘട്ടത്തിൽ താബോറിലെ എല്ലാ ശനിയാഴ്ചകളിലും ഇങ്ങനെ നൈറ്റ് വിജിൽ നടക്കാറുണ്ടായിരുന്നു. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ നൈറ്റ് വിജില് എല്ലാ ആഴ്ചയിലും നൈറ്റ് വിജിൽ നടക്കുന്നു. ഈ നൈറ്റ് വിജിൽ നടക്കുമ്പോൾ ഞാൻ കുമ്പസാരിപ്പിക്കാനായിട്ട് പോകാറുണ്ട്, സഹായിക്കാനായിട്ട് പോകും. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, അപ്പൊ അവൻ ഒത്തിരി യാത്ര ചെയ്തിട്ടാണ് വരുന്നത്, ഒത്തിരി യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് വരുന്നത്. പകലിന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി ശുശ്രൂഷയ്ക്കായിട്ട് വരികയാണ്. നല്ല ക്ഷീണമുണ്ടെങ്കിലും ദീർഘദൂര യാത്രകൾ ഉണ്ടെങ്കിലും എല്ലാം അവനെ ഉല്ലംഘിച്ച് അവന്റെ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട്, അവന്റെ ഒരു പ്രാർത്ഥന സഫലമാകാൻ നിയോഗം വെച്ച് വരികയാണ്. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ജോലി, എൻ്റെ കമ്പനിയിൽ നിന്ന് എനിക്ക് പുറത്തു പോകാൻ, എനിക്ക് പ്രൊമോഷന് വേണ്ടി, എനിക്ക് വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ നിന്റെ മനസ്സിൽ കാണണം, വിദേശത്ത് ജോലി ചെയ്യുന്നതും നല്ല ശമ്പളം വാങ്ങിക്കുന്നതും അത് കണ്ട് ഫീൽ ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് 9 ആഴ്ച നീ കണ്ടിന്യൂസ് ആയിട്ട്, കർത്താവേ, ഐ റിസീവ് മൈ പ്രൊമോഷൻ ആൻഡ് ഇൻക്രിമെന്റ്, ഐ റിസീവ് മൈ വിസ ആൻഡ് ടിക്കറ്റ്, ഐ റിസീവ് job and excellent job with a great salary, I receive, I received my visa, I am going abroad, I am going abroad, I received my job and excellent job. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞ് ഞാൻ അവനെ പഠിപ്പിക്കുകയാണ്. ഞാനിതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് 9 ആഴ്ച ഇത് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വിട്ടു കഴിഞ്ഞിട്ട് അവൻ വന്ന് 9 ആഴ്ച കഴിഞ്ഞപ്പോൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞു. പ്രാർത്ഥനയൊന്നും ഫലം കിട്ടിയില്ല. അപ്പൊ പ്രാർത്ഥന ഫലം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ അവന് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു മെന്റൽ പിക്ചർ വന്നു. എൻ്റെ മനസ്സിന്റെ മുമ്പിൽ ഒരു പിക്ചർ ഇങ്ങനെ അതിന്റെ കാരണം തെളിഞ്ഞു വന്നു. അങ്ങനെ കാരണം തെളിഞ്ഞു വന്നപ്പോൾ ഞാൻ അവനോട് മെല്ലെ ചോദിച്ചു, വളരെ ജെന്റിലായിട്ടാണ് ചോദിച്ചത്, നാ ഒരു പെൺകുട്ടീനെ കാണുന്നുണ്ടല്ലോടാ, പെൺകുട്ടിയാണ് നിന്റെ തടസ്സം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണെന്ന്. അപ്പൊ ഉടനെ തന്നെ അവൻ പെട്ടെന്ന് എന്നോട് ചൂടായി. അവൻ എന്നോട് വളരെ ഗൗരവമായിട്ട് ദേഷ്യപ്പെട്ടു. അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കി, ഞാനൊരു ബാച്ചിലർ ആണെന്നുള്ള രീതിയിൽ എന്നെ ഇങ്ങനെ ഹരസ് ചെയ്യരുത്, തെറ്റായിട്ട് കാണരുത്. എനിക്ക് അങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള ഒരു കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ഇല്ല. ഞാനൊരു കുട്ടിയുടെ അടുത്ത് തെറ്റ് ചെയ്യാൻ അങ്ങനെ
ഒരു പ്രേമിച്ച് നടക്കുക അങ്ങനെയൊന്നും എൻ്റെ ലൈഫിലില്ല. ഞാൻ വളരെ മാന്യമായിട്ട് അച്ഛൻ ഇങ്ങനെ ഞാനൊരു ചെറുപ്പമാണെന്നുള്ള രീതിയിൽ അങ്ങനെ എൻ്റെ മേൽ അക്യൂസ് ചെയ്യരുതെന്നോ അതിന് ആരോപിക്കരുതെന്നോ ഓക്കെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായിട്ടൊരു മഞ്ഞ ഡ്രസ്സ് ഞാൻ വളരെ തെളിഞ്ഞു വന്നു. മഞ്ഞ ഡ്രസ്സ് തെളിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു മഞ്ഞ ഡ്രസ്സ് കാണുന്നുണ്ട്, നല്ല ഒരു മഞ്ഞ ഒരു ചുരിദാറൊക്കെ ഇട്ടിട്ട്. അത് പറഞ്ഞ വഴിക്ക് അവൻ ശാന്തമായി, അവന്റെ ദേഷ്യമൊക്കെ അവസാനിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ തെറ്റായ രീതികളിലൊന്നും പോയിട്ടൊന്നുമില്ല. പെട്ടെന്ന് മഞ്ഞ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, മഞ്ഞ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന് ഇട്ട ഡ്രസ്സ് മഞ്ഞയായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ കമ്പനിയിൽ ജോലി ചെയ്ത് ഒരു കമ്പനിയിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. അവൻ ഇരിക്കുന്ന മേശയുടെ തൊട്ട് മുമ്പിൽ അവന്റെ കമ്പനിയിൽ അവൻ ഇരിക്കുന്ന ടേബിളിന്റെ മുമ്പിൽ ഒരു പെൺകുട്ടിയാണ് ഇരിക്കുന്നത്. അപ്പൊ അവള് ഇട്ട് വന്നിരിക്കുന്നത് മഞ്ഞ ഡ്രസ്സായിരുന്നു. അവളായിട്ട് യാതൊരു രീതിയിൽ തെറ്റായ രീതികളോ ഏതെങ്കിലും മെസ്സേജസോ വാട്സപ്പോ ഫോൺ കോളുകളോ ഒന്നുമില്ല. ആ കുട്ടി അവിടെ ജോലി ചെയ്യുന്നു, ഇവൻ ഇവിടെ അവന്റെ കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുന്നു. പക്ഷെ മനസ്സിന്റെ ഉള്ളിലെ അവൻ അറിയാതെ, അതാണ് ഈ അബോധ മനസ്സെന്നൊക്കെ പറയുന്നത്. മനസ്സിന്റെ ഉള്ളിലെ ഒരു കെട്ട് അവിടെ കെട്ട് കിടക്കുകയാണ്. അപ്പൊ അവന്റെ മനസ്സിൽ ഇങ്ങനെ അറിയാതെ തന്നെ ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു ചിന്ത വരും, ഇത് കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയാണല്ലോ, സോ ബ്യൂട്ടിഫുൾ ഷീ ഈസ്. എന്നിട്ട് അവൾ ഇങ്ങനെ മനസ്സിൽ പറയും, കർത്താവേ എൻ്റെ കസേരയും മേശയും മാറ്റരുത്, ഒന്നില്ലെങ്കിൽ എനിക്ക് കണ്ടുകൊണ്ടിരിക്കാമല്ലോ. എന്നിട്ട് അവൻ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് എൻ്റെ കസേര മാറ്റല്ലേ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയും, അവൾക്കൊരു ട്രാൻസ്ഫറോ വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറും, ഷീ ഹാസ് ടു ബി സിറ്റ് ദെയർ. അപ്പൊ അത് ഒരിക്കലും അവൻ മനഃപൂർവ്വമായിട്ട് മനസ്സുകൊണ്ട് ചെയ്ത തെറ്റല്ല. അവന്റെ ഉപബോധ മനസ്സിലെ ഷീ സോ ബ്യൂട്ടിഫുൾ, ഷീ ലുക്സ് അറ്റ് ഹെർ ആൻഡ് നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ അവന്റെ ഉള്ളിൽ എന്തുണ്ട്? മൈ ചെയർ ഷുഡ് നോട്ട് ബി ചേഞ്ച്, മൈ ടേബിൾ ഷുഡ് നോട്ട് ബി ചേഞ്ച്. നമ്മുടെ ബോധ മനസ്സിൽ എന്താണുള്ളത്? ബോധ മനസ്സിലെ വിദേശത്തേക്ക് പ്രൊമോഷനായിട്ട് പോകണം എന്നാണ്. എന്നാൽ ഉപബോധ മനസ്സിന്റെ ഏതോ അഗാധതയിലെ അബോധ തലത്തിലോ കിടക്കുന്ന ഒരു കെട്ടാണ്. അതാണ് ആത്മാവിൽ വീണ ചങ്ങല എന്ന് പറയും. ആത്മാവിൽ, ഇറ്റ് ഈസ് ഇൻ ദ സോൾ, ഇറ്റ് ഈസ് ഇൻ ദ ഡീപ് ഡൗൺ ഓഫ് ഹിസ് മൈൻഡ്. ഹി ഈസ് ടെല്ലിംഗ് chair should not be changed. And അത് ഈശോയുടെ നാമത്തിൽ ഡെലിവറൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ കട്ട് ആൻഡ് ബ്രേക്ക്, ലോർഡ് കർത്താവേ ഐ റിലീസ്. അത് അധികം കഴിയുന്ന മുമ്പേ തന്നെ ഒരു ആഴ്ചയിലുള്ളിൽ എന്ന് പറഞ്ഞോണം അവന് പുറത്തേക്ക് പോകാനുള്ളത് അവന്റെ അധികാരികൾ വിളിച്ച് അത് പേപ്പറുകൾ ശരിയാവാൻ തുടങ്ങി. അധികം വഴുകാതെ തന്നെ അവൻ പോവുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിന്റെ ഉപബോധ മനസ്സിൽ, അതാണ് പറയുന്നത് നമ്മുടെ ചിന്ത. അത് ഈ ഹിറ്റ്ലർ കുറെ ക്രൂരമായിട്ട് വ്യക്തികളെ പോയ്സൺ അടിച്ചു കൊടുത്തു. ആദ്യം പോയ്സൺ ആണ് അടിച്ചത്. പോയ്സൺ അടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കും. അത് കഴിഞ്ഞിട്ട് എന്തായി? പച്ചവെള്ളം അടിക്കാൻ തുടങ്ങി. പച്ചവെള്ളം അടിച്ചു കഴിഞ്ഞപ്പോൾ എന്തുണ്ട്? ആൾക്കാർ മരിച്ചു. അതാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ ഉള്ളിൽ കിടക്കണ എന്താണ്? ഇത് അടിക്കുന്നത് എന്താണ്? പോയ്സൺ ആണെന്ന് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് പ്ലസിബോ ഇഫക്റ്റ് എന്ന് പറയും. അത് അവന്റെ തലയിൽ കിടക്കുന്നത് വിഷമാണെന്ന് അവൻ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ആൾക്കാർ മരിച്ചു എന്നുള്ളതാണ്. അത് പ്രൂവ് ചെയ്ത ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ മനസ്സിന്റെ അബോധ മനസ്സിലെ ഒരു കാര്യം ശരിയാകില്ല എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് എത്ര പ്രാവശ്യം പറയുമ്പോഴും, അതുകൊണ്ടാണ് സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്തിനാണ് നമ്മുടെ കാലത്ത് ഈ മെഡിറ്റേഷൻ നടത്തുന്നത്? ആ വിവേചന ശക്തി,
ബോധ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന വിവേചന ശക്തിയെ ആ ഫിൽട്ടറിങ് എടുത്ത് കളയണം. നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മളിത് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാലത്ത് തന്നെ മെഡിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ ഇമോഷൻസും നമ്മുടെ വൈകാരികമായ തലവും പ്രവർത്തനങ്ങളൊക്കെ തമ്മിൽ ഒരു അഗ്രിമെന്റ് വരുമ്പോഴാണ്, അത് ഒരു അലൈൻമെന്റ് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനകൾ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത്. അത് നമുക്ക് ഒരിക്കലും, അതുകൊണ്ട് അതൊരു വിശ്വാസത്തിന്റെ വളർച്ച കൂടിയാണ്, വിശ്വാസത്തിന്റെ വളർച്ചയാണ്. അത് നമ്മളെ കൂടുതൽ അനുഗ്രഹത്തെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കണം. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ്, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. കർത്താവെ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. വചനം നമ്മൾ ഏറ്റുപറയുക. നമുക്ക് വേണ്ട വചനങ്ങൾ, സൗഖ്യം തന്നതിന്, പരിപൂർണമായി സൗഖ്യം തന്നതിന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ്. അത് നമ്മുടെ ഉപബോധ മനസ്സും കൂടി ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. There should not be a dichotomy and there should be a unity between conscious mind and subconscious mind. അതുകൊണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചിലർ പറയും ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും ശരിയാവില്ല. അത് മനസ്സിന്റെ ഉള്ളിൽ, അബോധ മനസ്സിൽ ശരിയാകും. ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ വളർത്തുമെന്ന് വിശ്വസിക്കുമ്പോഴാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. ഉപബോധ മനസ്സിൽ. അതിനാണ് നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ച നമുക്ക് ആവശ്യമുള്ളത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. There should be a unity between conscious mind and subconscious mind. ബോധ മനസ്സും ഉപബോധ മനസ്സും തമ്മിലെ ഒരു അഗ്രിമെന്റ് നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ പരിണത ഫലമായിട്ടാണ് നമ്മുടെ ചിന്തകളും വാക്കുകളും വൈകാരികമായ തലവും പ്രവൃത്തിയും ഒക്കെ ഒരു അലൈൻമെന്റിൽ വരേണ്ടത് എന്ന് പറയുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. Sit comfortably. Sit straight. Your spine is straight. Your spine is straight. Your neck is straight. Your head is straight. Completely relax. You settle your body. Your hands are on your thighs, thumb and index finger. You are in a meditative position. Slowly breathe in and breathe out. Slowly breathe in and breathe out. Slowly breathe in and breathe out. Relax. Settle your mind. Settle your mind. Slowly relax. ശിരസിന്റെ മുകൾ ഭാഗം മനസ്സിലേക്ക് കൊണ്ടുവരിക. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ശിരസിന്റെ മുകൾ ഭാഗം മനസ്സിലേക്ക് കൊണ്ടുവരിക.
വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ഓരോ ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് നമ്മൾ വിശ്രമത്തിലേക്ക് നീങ്ങുന്നു. നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിട്ടിരിക്കുകയാണ്. മനസ്സ് ശാന്തതയിൽ ലയിച്ചിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ വാക്കുകൾ മാത്രമേ ഇനി ശ്രദ്ധിക്കുന്നു. ശിരസിന്റെ മുകൾ ഭാഗം മനസ്സിലേക്ക് കൊണ്ടുവരാം. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. നെറ്റിയുടെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ശിരസിന്റെ പിൻഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. കഴുത്തിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ശിരസ് മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. കഴുത്തിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ഷോൾഡർ വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. The wave of relaxation coming. വിശ്രമത്തിന്റെ ആത്മാവ് വലത് കൈയിൽ വരുന്നതായിട്ട് കാണുക. വലത് കൈ, ഷോൾഡർ, വലത് കൈ, കൈന്റെ മസില്, കൈമുട്ടുകൾ, കണങ്കൈ, കൈവിരലുകൾ. The wave of relaxation coming to your muscles, joint, wrist, fingers are relaxed. Your left leg, your left hand, muscles, joint, wrist, fingers are relaxed. Both your hands are relaxed. Become heavier and heavier, become numb, completely relaxed. Your neck is relaxed, your shoulder is relaxed, your chest is relaxed, stomach is relaxed. Your spine is relaxed, back muscles. അരക്കെട്ടിന്റെ ഭാഗം വിശ്രമം കൊടുക്കുക. ശരീരത്തിന്റെ അരക്കെട്ടിന് മുകളിലുള്ള ഭാഗം മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കും. വലത് കാല്, കാലിന്റെ തുടയുടെ ഭാഗം, കാൽമുട്ടുകൾ, കണങ്കാൽ, കാൽപാദങ്ങൾ, കാൽ വിരലുകൾ വിശ്രമാവസ്ഥയിലായിരിക്കും. ഇടതുകാല്, തുടയുടെ ഭാഗം, കാൽമുട്ടുകൾ, കണങ്കാൽ, കാൽപാദങ്ങൾ വിശ്രമത്തിലായിരിക്കും. ശരീരം മുഴുവനും വിശ്രമത്തിലായിരിക്കുന്നു. ശരീരം മുഴുവനും പരിപൂർണമായ വിശ്രമാവസ്ഥയിലായിരിക്കും. ഇനി ഞാൻ 10 മുതൽ 1 വരെ എണ്ണുകയാണ്. 10 മുതൽ 1 വരെ എണ്ണുന്ന സമയത്ത് കൂടുതൽ പത്ത് മുതൽ എണ്ണുന്ന സമയത്ത് 10 മുതൽ 1 വരെ എണ്ണുന്ന സമയത്ത് കംപ്ലീറ്റ്ലി റിലാക്സ്. Completely relax. Completely relax. 10, 9, 8, deeper and deeper. 7, 6, 5, 4, 3, 2, 1. Deeply relax. Deeply relax.
Now you are listening only my voice. You are listening only my voice. You are listening only my voice. ഈ നിമിഷം ഏറ്റുപറയുന്ന ഓരോ വചനവും സത്യവും യാഥാർത്ഥ്യവുമാണ്. ഈ നിമിഷം ഞാൻ ഏറ്റുപറയുന്ന ഓരോ വാക്കുകളും വിശ്വാസ്യയോഗ്യവും സത്യവും യാഥാർത്ഥ്യവുമാണ്. അതെന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. I am anointed in the Holy Spirit. ഈശോയെ മുഖാമുഖം ഒന്ന് കണ്ട് visualize, imagine the risen Christ, the white gown, red slash. See his legs and hands. See his face so clearly. His face is so clear. Yes, I can see his face. He is present in front of me. Can see his hair, his forehead, his eyebrows, his eyes, the loving, compassionate eyes, his face, his nose, his mustache, his lips, his beard. It is very clear. The risen Christ. Yes, I see Jesus. It is from the heart of Jesus. Like 1,000 watts of the halogen light is coming. വലിയ സ്വർണ്ണ പ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതായിട്ട് കാണുക. It's a golden rays. It's a healing light is coming. വലിയ ദിവ്യ പ്രകാശം എൻ്റെ ശരീരത്തിലേക്ക് കടക്കുന്നതായിട്ട്, വലിയ പ്രകാശം പ്രവേശിക്കുന്നതായിട്ട് അനുഭവിക്കുക. വലിയൊരു പ്രകാശം വരുന്നതായിട്ട് കാണുക. ദിവ്യ പ്രകാശം. ഈ വലിയ പ്രകാശത്തിൽ ലയിച്ചിരിക്കുക. Immerse in the divine light. Immerse in the divine light. വലിയ ദിവ്യ പ്രകാശത്തിൽ ലയിച്ചിരിക്കുന്നതായിട്ട് ഓരോ ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോഴും ഈശോയുടെ വലിയ പ്രകാശം നമ്മിലേക്ക് നിറയുകയാണ്. Feel it. I am anointed in the Holy Spirit. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈശോയുടെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൃപകളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഞാൻ ലയിച്ചിരിക്കുക. എൻ്റെ ശരീരം മുഴുവനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പരിപൂർണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പരിപൂർണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. പരിപൂർണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നു കർത്താവേ. എൻ്റെ ഭവനത്തിലുള്ള ഓരോ വ്യക്തികളുടെ മേലും ആത്മാവിൻ്റെ സൗഖ്യം അയക്കണമേ. പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു.
പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കംപ്ലീറ്റ്ലി ഹീൽ, കംപ്ലീറ്റ്ലി ഹീൽ, കംപ്ലീറ്റ്ലി ഹീൽ, കംപ്ലീറ്റ്ലി ഹീൽ, കംപ്ലീറ്റ്ലി ഹീൽ. Completely healed. പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. My head is perfect. My heart is perfect. My heart is perfect. My kidney is healing. Light is coming upon my body. എൻ്റെ ഹൃദയം പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. My heart is perfect. My kidney is perfect. My liver is perfect. My stomach is perfect. ശരീരം മുഴുവനും സൗഖ്യത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു. I am getting better and better and better. I am vaccinated in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. I am vaccinated. I am vaccinated in the blood of Jesus. I am vaccinated in the blood of Jesus. യേശുവിന്റെ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈശോ എൻ്റെ മുന്നിലുണ്ട്, ഈശോ എൻ്റെ പിന്നിലുണ്ട്, ഈശോ എൻ്റെ മുകളിലുണ്ട്, ഈശോ എൻ്റെ ഇടത്തുണ്ട്, ഈശോ എൻ്റെ വലതുണ്ട്, ഈശോ എനിക്ക് ചുറ്റുമുണ്ട്, ഈശോ എന്നിൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ സുരക്ഷിതനാകുന്നു, ഞാൻ സുരക്ഷിതനാകുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വഴി നടത്തപ്പെടുന്നു. ഈശോയുടെ ആത്മാവെന്നെ വഴി നടത്തുന്നു. ഈശോയുടെ കൃപകളും വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും എന്നിൽ നിറഞ്ഞിരിക്കുന്നു. ഞാൻ സ്നേഹമുള്ള ഒരു വ്യക്തിയാകുന്നു. ഞാൻ സമ്പൂർണമായി സ്നേഹം നിറഞ്ഞ വ്യക്തിയാകുന്നു. ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാണ്. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാണ്. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാണ്. ഞാൻ സമാധാനമുള്ള വ്യക്തിയാണ്. ശാന്തതയുള്ള, ഞാൻ സമ്പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ്. ഞാൻ സമൃദ്ധിയുള്ള വ്യക്തിയാണ്. ഐശ്വര്യമുള്ള വ്യക്തിയാണ്. ഞാൻ സമ്പന്നനായ വ്യക്തിയാണ്. സമ്പത്ത് എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. സമൃദ്ധിയിൽ ഞാൻ കൂടുതൽ കൂടുതൽ വളരുന്നു. ഞാൻ സമ്പത്തിനെ ആകർഷിക്കുന്ന കാന്തമാകുന്നു. ഞാൻ വലിയ അനുഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബം അനുഗ്രഹമാകും. എൻ്റെ കുടുംബം അനുഗ്രഹമാണ്. എൻ്റെ മക്കൾ അനുഗ്രഹമാണ്. ഞാൻ വലിയ ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. I am confident. I am confident. I am confident. I am confident. I am powerful. ഞാൻ ആരോഗ്യവും ശക്തിയുമുള്ള വ്യക്തിയാണ്. ഉണർവുള്ള വ്യക്തിയാണ്. ഉന്മേഷമുള്ള വ്യക്തിയാണ്. I am well disciplined. ഞാൻ അടക്കവും ഒതുക്കവും ചിട്ടയുമുള്ള വ്യക്തിയാണ്. ഞാൻ അടക്കവും ഒതുക്കവും ചിട്ടയുമുള്ള വ്യക്തിയാണ്. കൃത്യനിഷ്ഠതയുള്ള വ്യക്തിയാണ്. I am well disciplined. I am well disciplined. I am well organized. I am up to date. ഞാൻ നിരന്തരം നന്മയിൽ കൃപയിൽ വളരുന്നു. I am spiritual. I am blessed. I am blessed. ഞങ്ങളുടെ ഓരോ ശുശ്രൂഷകളും വലിയ അനുഗ്രഹമാക്കുന്നതിനെ നന്ദി പറയുന്നു. All our program excellent, anointed. All our program. For all the program, large number of people are attending. Large number of people are attending. Large number of people are attending.
Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Lord. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. എന്നെ തന്നെ ഒന്ന് മനസ്സിൽ കണ്ടേ. ഞാൻ ഏറ്റവും ബെസ്റ്റ് വേർഷനായിട്ട് നിൽക്കുന്നത്. ഫീൽ ഇറ്റ്. I am so healthy. Feel it yourself. I am in excellent dress. Beautiful, excellent. I am so beautiful, so beautiful, excellent. I am handsome, energetic, full of love, full of joy, full of peace. Feel it, full of abundance. I claim I have long life. മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി എന്നിലേക്ക് വരുന്നതിനെ നന്ദി പറയും. Right people are coming to me. Right people, right opportunity. Right people, right opportunities are coming to me. Lord, I welcome this day. ഇന്നത്തെ ഈ ദിവസത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ ദിവസത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈശോയേ, ഇന്നത്തെ ദിവസത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിനെ നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതിനെ നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന നന്ദി പറയുന്നു. ഞാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാണ്. ഈശോയേ, great surprising things. Today is an exciting, joyful, happy day. I welcome this day, beautiful day. Only good things are coming. Now I am going to count 1 to 5. When I count 5, slowly open your eyes. Feel fresh, wide awake. 1, 2, 3. 1 മുതൽ 5 എണ്ണുമ്പോൾ സാവധാനം ഉണർവിലേക്ക് വരികയാണ്. ശാന്തതയും കണ്ണുകൾ ഉണർവിലേക്ക് വരികയാണ്. 1, 2, 3. Come to the consciousness. Feel fresh. Come to the full of joy, full of love, full of peace. Come. 4. When I count 5, slowly open your eyes. Full of joy, full of confidence, full of smiling. The face is smiling. I welcome this day. Beautiful, wonderful things are coming. 5. Slowly open your eyes. Feel fresh. 1, 2, 3. When I count 5, slowly open your eyes. 4, fresh. Open your eyes. Feel fresh. Yes, today, rub your hand. Rub your face. Open your eyes. Feel fresh. I welcome this day. Today is an exciting day. Beautiful day. Wonderful day. Only good things are coming. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. Thank you, Father. Thank you, Father. Thank you, Lord. Thank you, അപ്പോൾ Father. ഇന്ന് വൈകിട്ട് 7 മണിക്ക് കൂടാലോ അല്ലേ? ഇന്ന് വൈകിട്ട് നമ്മൾ 7 മണിക്ക് കൂടുന്നു. ഇന്ന് വെൽത്ത് മാസ്റ്ററി, ദൈവീകമായ സമ്പന്നതയിൽ വളരാൻ വേണ്ടി ഇന്നത്തെ ക്ലാസ് മുഴുവനും സാമ്പത്തികമായ മേഖലയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. സാമ്പത്തികമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ന് 3 മണിക്ക് നേഴ്സസിന്റെ ഒരു പരിപാടി ഉണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. 3 മണിക്ക് നേഴ്സസിന്റെ ഒരു ശുശ്രൂഷയുണ്ട്. അതിനു വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക.
ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ 7 മണിക്ക് ഇന്ന് കണ്ടുമുട്ടും. നമുക്ക് 2 ക്ലാസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് നമുക്ക് തിരിച്ചു പിടിക്കണം. അതുകൊണ്ടാണ് അപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു ക്ലാസ് ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലെ തിങ്കളാഴ്ചയൊക്കെ എടുക്കാൻ പറ്റാതെ പോയത്, അത് ഇന്ന് നമ്മൾ എടുക്കുന്നതായിരിക്കും. ദൈവാനുഗ്രഹം. പ്രത്യേകിച്ച് സാമ്പത്തികമായ വെൽത്ത് മാസ്റ്ററി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇന്ന് ക്ലാസ് എടുക്കുക. ദൈവാനുഗ്രഹിക്കട്ടെ. ആകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നതാണ്. It will be a life transforming session. Really, throughout your life, you can live in richness and abundance that we program in the brain. Okay.